എല്ലാ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് ഊണ് കഴിക്കാൻ സമയമായി തുടങ്ങി. ഊണ് കഴിക്കാൻ അപ്പോൾ നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, കറുത്തോടെയൊക്കെ തന്നെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ വിഭവങ്ങളൊന്നുമില്ല. ഇന്ന് കറമൂസ ഉപ്പേരി, ഒരു ഗ്രീൻ പീസ് കുറുമ, വഴുതന വറുത്തത്, ഇങ്ങനെയൊക്കെ ചെറിയ വിഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്താ ചെറുതായാലും വലുതായാലും നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം, കാണാം എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോറ് വിളമ്പട്ടെ. ഓക്കെ അല്ലേ? എല്ലാവരും റെഡി അല്ലേ? നമുക്കൊന്ന് ചോറ് ഉപ്പേരി. നമ്മൾ വയനാട്ടിൽ കറമൂസ എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ശീലമായിപ്പോയി. കറമൂസ അത് പല സ്ഥലത്തും പല രീതിയിലാണ് പറയുന്നത്. കറമൂസ എന്ന് പറയും, പപ്പായ പറയും, ഓമ്പയ്ക്ക പറയും, പിന്നെ ചിലർ കപ്പളങ്ങ എന്ന് പറയും. എന്നാലും നമ്മളാ പണ്ട് പറഞ്ഞു തന്നെ ശീലിക്കുക. പിന്നെ നമ്മുടെ സ്ഥിരം താരം പപ്പടം. പിന്നെ നമ്മൾ പറഞ്ഞില്ല വഴുതന വറുത്തതുണ്ടെന്ന്. വഴുതന വറുത്തതാണ്. നല്ല മുരിമുരിയായിരുന്നു വറുത്തപ്പം. ഇപ്പോൾ തണുത്തപ്പം കുറച്ച് വഴുതന വറുത്തത്. പിന്നെ നമുക്ക് രാവിലത്തെ കുറുമയുണ്ട്, ഉരുളക്കിഴങ്ങ് ഇടാത്ത കുറുമയാണ്. നമ്മളൊന്ന് ക്യാരറ്റും കോളിഫ്ലവർ ഒക്കെ ഇട്ടിട്ടുള്ള കുറുമയാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരും ചീനമുളക്, കാന്താരി മുളക് എന്നൊക്കെ പറയില്ലേ, അത് ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ട് അതാണ് കഴിക്കുന്നത്. നല്ല കാന്താരി അല്ല, കുറച്ച് വലുതാണ്, തീരെ ചെറുതല്ല, കുറച്ച് വലുതാണ്. അപ്പോൾ നമുക്ക് അതും ഉണ്ട്. അത് വേണമെങ്കിൽ എടുത്ത് കഴിച്ചാൽ മതി. ഒരു എരിവുണ്ടെങ്കിൽ, കറികൾക്ക് എരിവ് കുറവാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കറി, ഒഴിച്ച് കറി, സാമ്പാറാണ്. സാമ്പാറെന്ന് പറയില്ല, പിന്നെ തക്കാളിയും ഓമക്കായും ഒക്കെ ഇട്ടിട്ട് കറിയൊക്കെ വെച്ച കുറച്ച് കറികളെ വേണ്ടു എല്ലാവർക്കും. ഞങ്ങൾ രണ്ടുപേർക്ക് മാത്രം, വേറെ ആരുമില്ലല്ലോ. അപ്പം 2 നേരം കഴിക്കാനുള്ള കറിയാണ് വെക്കുക. ബാക്കിയുള്ളത് പിറ്റേ ദിവസം അങ്ങനെ എടുത്ത് കൊട്ടിക്കളയും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ. ഞാനൊന്നും കൂടി അടുത്ത് കാണിക്കാം. ഓക്കെ, കഴിക്കാം കേട്ടോ.